അമ്മൻ ഹാദല്ലദീ യർസുഖുകും ഇൻ അംസക റിസ്ഖഹു ബൽ ലജ്ജു ഫീ ഉതുവിൻ വനുഫൂർ. അതല്ലെങ്കിൽ അള്ളാഹു തൻ്റെ ഉപജീവനം നിർത്തിവെച്ചാൽ നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നവനായി ആരുണ്ട്? എങ്കിലും അവർ ധിക്കാരത്തിലും വെറുപ്പിലും മുഴുകിയിരിക്കുകയായിരുന്നു. അള്ളാഹു തൻ്റെ സൃഷ്ടികളോട് ഒരു ചോദ്യം ചോദിക്കുന്നു. അതൊരു വെല്ലുവിളിയാണ്, അതിലുപരി ഒരു ഓർമ്മപ്പെടുത്തലും. നിങ്ങൾക്ക് എനിക്കെതിരെ നിൽക്കാം, എനിക്കെതിരെ സൈന്യം ഒരുക്കാം. പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളും നിങ്ങളുടെ നേതാക്കളും നിങ്ങളുടെ സൈന്യവും നിങ്ങളുടെ കുതിരകളും എല്ലാവരും ഓരോ ദിവസവും ഭക്ഷണം കഴിക്കുന്നത് എവിടെ നിന്നാണ്? ആ റിസ്ക് നൽകുന്നത് അള്ളാഹു അല്ലേ? അവൻ്റെ റിസ്ക് കഴിച്ചുകൊണ്ട് അവനെതിരെ തന്നെ യുദ്ധം ചെയ്യാൻ നിൽക്കുന്ന ഒരു സൈന്യം, ഭക്ഷണം നൽകുന്നവനോട് പോലും വിശ്വസ്തത കാണിക്കാത്ത നിലപാട്. അപ്പോൾ അള്ളാഹു വീണ്ടും ചോദിക്കുന്നു, ഞാൻ എൻ്റെ റിസ്ക് ഒരിക്കൽ പിടിച്ചു വച്ചാൽ നിങ്ങളെ പിന്നെ ആരാണ് പരിപോഷിപ്പിക്കുക? ഈ ചോദ്യം അവർ കേൾക്കാൻ തയ്യാറല്ല. അതിനു പകരം അവർ വാദിക്കുന്നു, വാദത്തിൽ അതിര് കടക്കുന്നു. ഇതാണ് ഉതുവ്, അഹങ്കാരത്തോടെ പരിധി മറികടക്കൽ. അടുത്ത വാക്ക് ശ്രദ്ധിക്കൂ, നുഫൂർ, സത്യം നേരിടാൻ ഭയന്ന് പിന്മാറൽ, ശാഠ്യത്തോടെ എതിർക്കൽ, അകന്ന് ഓടിപ്പോകൽ എന്നെല്ലാമാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹു പറയുന്നു, അവർ വാദങ്ങളിൽ മുഴുകിയിരിക്കുന്നു. ഇത് അവരുടെ ഒരു തന്ത്രമാണ്, കേൾക്കാതിരിക്കാനുള്ള തന്ത്രം. പക്ഷേ സത്യം ഇനിയും അവിടെയുണ്ട്. നിങ്ങളുടെ നിലനിൽപ്പ്, നിങ്ങളുടെ ജീവൻ, നിങ്ങളുടെ ഓരോ ശ്വാസവും എല്ലാം അള്ളാഹുവിൻ്റെ റിസ്കിലാണ്. അവനത് നിർത്തിയാൽ പിന്നെ നിങ്ങളെ പരിപോഷിപ്പിക്കുവാൻ മറ്റാരുമില്ല. എന്നിട്ടും അവിശ്വാസികൾ ഏറ്റവും കടുത്ത നിഷേധത്തിലും അഹങ്കാരത്തിലും ശാഠ്യത്തിലും ഓടിപ്പോവുകയാണ്.